എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാത്ത ചില സിനിമകളുണ്ട്. അത് അതിലെ കഥയോ കഥാപാത്രങ്ങളോ മാത്രമായിരിക്കില്ല. അതിനപ്പുറം നമ്മുടെ ആത്മാവിനെ തൊടുന്ന എന്തോ ഒന്ന് ആ സിനിമകളിൽ കാണും. അങ്ങനൊരു സിനിമയാണ് 1979 ജി അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭ നമുക്ക് സമ്മാനിച്ച കുമ്മാട്ടി. ഇതൊരു സിനിമ എന്ന് പറയുന്നതിനേക്കാൾ ചലിക്കുന്ന ഒരു പെയിന്റിങ് എന്ന് പറയുന്നതാകും കുറെ കൂടെ ശരിയായ ഒരു പ്രയോഗം. കാരണം ഈ സിനിമയുടെ ആത്മാവ് അതിൻ്റെ ഫ്രെയിമുകളാണ്. സിനിമാറ്റോഗ്രാഫറായ സാക്ഷാൽ ഷാജി എൻ കരുണായിരുന്നു ഈ ഒരു മാജിക്കിൻ്റെ പിന്നിൽ. വെളിച്ചം കൊണ്ട് വരച്ചെടുത്ത കുറേ മാജിക്കൽ ഫ്രെയിമുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് കുമ്മാട്ടിയുടെ ലോകത്തേക്ക് ഒന്ന് യാത്ര പോകാം. കുട്ടിക്കാലം, പ്രകൃതി, സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ നമ്മോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു മുത്തശ്ശിക്കഥ കേട്ടിട്ട് കാണുന്ന ഒരു സ്വപ്നം പോലെ നമുക്ക് ഈ സിനിമയെ കാണാം. ഋതുക്കൾക്ക് അനുസരിച്ച് മാത്രം ജീവിതം ചലിക്കുന്ന കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് കഥ തുടങ്ങുന്നത്. അവിടെ ചിണ്ടൻ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. 80കളിൽ ജീവിച്ച തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കുട്ടിക്കാലം പോലെ കൂട്ടിലിട്ട ഒരു തത്തയും കുസൃതികൾ നിറഞ്ഞ കൂട്ടുകാരും പഴയ ഗ്രാമജീവിതവും സ്കൂളും കഥകളും നിറഞ്ഞതായിരുന്നു അവൻ്റെ ലോകം. ആ നാട്ടിലെ കുട്ടികൾ പരസ്പരം കളിയാക്കി പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമായിരുന്നു ആദ്യം കുമ്മാട്ടി. പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഐതിഹ്യം ഒരു മനുഷ്യരൂപത്തിൽ ആ ഗ്രാമത്തിലേക്ക് നടന്നു വരുന്നു. കാലം തെറ്റി പെയ്യുന്ന ഒരു വേനൽ മഴ പോലെയായിരുന്നു കുമ്മാട്ടിയുടെ വരവ്. പക്ഷേ ആളുകളെ പേടിപ്പിക്കുന്ന രൂപമായിരുന്നില്ല അത്. പാട്ട് പാടുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒരു നാടോടി അപ്പൂപ്പൻ, ഒരേ സമയം മാന്ത്രികനും മനുഷ്യനുമായുള്ള ഒരു രൂപം. പല മൃഗങ്ങളുടെ രൂപത്തിലുള്ള മുഖംമൂടിക തൂക്കിയ ഒരു വടിയുമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അയാൾ പാടുന്ന പാട്ടുകൾ കേട്ട് ഗ്രാമത്തിലെ കുട്ടികൾ പെട്ടെന്ന് കുമ്മാട്ടിക്ക് പിന്നാലെ കൂടി. അവരും കുമ്മാട്ടിയും ആ നാട്ടു വഴികളിലൂടെ എല്ലാം ഒരുമിച്ച് പാട്ട് പാടി നൃത്തം ചെയ്ത് നടന്നു. കുമ്മാട്ടിയുമായി കുട്ടികൾക്ക് നല്ലൊരു ബന്ധമുണ്ടായി. അങ്ങനെ കുമ്മാട്ടിക്ക് ആ ഗ്രാമം വിട്ടുപോകേണ്ട സമയമായി. അവസാനത്തെ ഒരു ചെപ്പടി വിദ്യ എന്നോണം അദ്ദേഹം കുട്ടികൾക്ക് വടിയിൽ തൂക്കിയിട്ടിരുന്ന മുഖംമൂടികൾ നൽകി. ഒരു പാട്ടിലൂടെ അവരെയെല്ലാം മൃഗങ്ങളാക്കി മാറ്റി. പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. നായയായി മാറിയ ചിണ്ടനെ ശരിക്കുള്ള ഒരു തെരുവ് നായ ഓടിക്കുകയും ആ ബഹളത്തിനിടയിൽ കുമ്മാട്ടി തൻ്റെ മാന്ത്രിക വിദ്യ പ്രയോഗിച്ച് വീണ്ടും കുട്ടികളെ മനുഷ്യരാക്കുന്ന നിമിഷം അവന് നഷ്ടമാവുകയും ചെയ്തു. ചിണ്ടൻ ആ നായയുടെ രൂപത്തിൽ ആ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുപോയി. കുമ്മാട്ടിയാണെങ്കിൽ ആ നാട് വിട്ട് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ടൊരു വർഷം ചിണ്ടന് നീണ്ട ഒറ്റപ്പെടലിൻ്റെ കാലമായിരുന്നു. നായയുടെ രൂപത്തിലുള്ള ചിണ്ടനെ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടി എടുത്തുകൊണ്ട് പോയെങ്കിലും അവിടെ അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ചങ്ങലയെ കെട്ടിയിട്ട ഒരു വസ്തുവിനെ പോലെ അവൻ അവിടെ കഴിഞ്ഞുകൂടി. തൻ്റെ ഗ്രാമത്തിലെ വിശാലമായ പാടങ്ങളിൽ ഓടിക്കളിച്ച് നടന്ന ജീവിതത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരവസ്ഥ. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ആ നായയുടെ കണ്ണുകളിൽ നിന്ന് വീട്ടുകാർക്ക് തങ്ങളുടെ മകനെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും അവനെ തിരികെ മനുഷ്യരൂപത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യന്റെ മനസ്സും മൃഗത്തിന്റെ ശരീരവുമായി തന്നെ മാറ്റിയ ആ കുമ്മാട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയല്ലാതെ ചിണ്ടന് വേറെ വഴികളില്ലായിരുന്നു. കുമ്മാട്ടി ഒരു ലളിതമായ നാടോടിക്കഥയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാം. പക്ഷെ ഒന്ന് നിർത്തി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുടെ ഒരു വലിയ ലോകം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. കുമ്മാട്ടി എന്ന ആ കഥാപാത്രം തന്നെയാണ് സിനിമയിലെ ഏറ്റവും വലിയ കടങ്കഥ. അത് പ്രകൃതിയും മനുഷ്യനും കെട്ടുകഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു പാലം പോലെയാണ്. ഋതുക്കൾ പോലെ വന്ന് അത്ഭുതങ്ങൾ നിറച്ച് ഒരു ഓർമ്മയായി പോകുന്ന പ്രകൃതിയുടെ തന്നെ ഒരു രൂപം പോലെ നമുക്ക് കുമ്മാട്ടിയെ കാണാം. പക്ഷേ ഒരേ കാലങ്ങൾ തന്നെ പലർക്കും ഒരുപോലല്ല. ചിണ്ടന്റെ ജീവിതത്തിൽ കുമ്മാട്ടി വന്നു പോയപ്പോൾ ഉണ്ടായ ആ മാറ്റം കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു. ഗ്രാമത്തിലെ പാടങ്ങളിൽ അവൻ അനുഭവിച്ച സ്വാതന്ത്ര്യം വലിയ വീട്ടിലെ ചങ്ങലക്കെട്ടുകൾ എത്തിയപ്പോൾ അവന് നഷ്ടമായി. ഇവിടെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ചിണ്ടന്റെ കൂട്ടിലിട്ട തത്തയെ ഓർമ്മ വരുന്നത്. ആ തത്ത അവന്റെ ഓമന മൃഗം മാത്രമായിരുന്നു. പക്ഷേ അതിന്റെ ബന്ധനത്തെക്കുറിച്ച് അവന് ഒരു നിമിഷം പോലും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഒരു വർഷത്തോളം തൻ്റേതല്ലാത്ത രൂപത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ അവന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഒടുവിൽ കുമ്മാട്ടി തിരിച്ചെത്തി അവനെ മനുഷ്യരൂപത്തിലേക്ക് മാറ്റുമ്പോൾ ചിണ്ടൻ ആദ്യം ചെയ്യുന്നത് വീട്ടിലേക്ക് ഓടിച്ചെന്ന് ആ തത്തയുടെ കൂട് തുറന്നു വിടുക എന്നതാണ്. സിനിമ കണ്ടിട്ടുള്ള ആർക്കും മറക്കാനാവാത്ത ഒരു നിമിഷമാണത്. നിങ്ങൾ ഒരാളോട് കാണിക്കുന്ന കരുണയോ നിങ്ങൾ കരുതുന്ന സ്നേഹമോ ആയിരിക്കില്ല മറ്റൊരാളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ പക്ഷിയെ പറത്തി വിടുന്നതിലൂടെ ചിണ്ടൻ ശരിക്കും മോചിപ്പിക്കുന്നത് അവനെ തന്നെയാണ്. താൻ അനുഭവിച്ച ബന്ധനത്തിൽ നിന്നും മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാതിരുന്ന തൻ്റെ പഴയ കാലത്ത് നിന്നും ഒരു മോചനം. കുമ്മാട്ടിയെ മാസ്റ്റർ പീസ് ആക്കുന്നത് അതിലെ കഥ മാത്രമല്ല, അത് നമ്മളെ കാണിക്കുന്ന കാഴ്ചകളാണ്. എങ്ങനെ ദൃശ്യങ്ങളുടെ ഒരു കഥ മനോഹരമായി പറയാൻ എന്നതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ഈ സിനിമ. അതിന് പിന്നിലെ മാസ്റ്റർ സിനിമാറ്റോഗ്രാഫർ ഷാജി എൻ കരുണായിരുന്നു. ഷാജി എൻ കരുണിന്റെ ക്യാമറ വെളിച്ചം കൊണ്ട് കവിത എഴുതുകയായിരുന്നു എന്ന് ആ സിനിമ കണ്ടാൽ പറയേണ്ടി വരും. അതിരാവിലെയുള്ള നേർത്ത വെളിച്ചത്തിലും സൂര്യാസ്തമയത്തിലെ സ്വർണ്ണ നിറത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഫ്രെയിമുകൾ സിനിമയുടെ മാന്ത്രികമായ അന്തരീക്ഷത്തിന് ഒരു ഭാഷ ഉണ്ടാക്കി കൊടുത്തു. പ്രകൃതിയെ വെറും ഒരു പശ്ചാത്തലമാക്കാതെ ഒരു കഥയുടെ പ്രധാന ഭാഗമാക്കി മാറ്റാൻ അരവിന്ദനും ഷാജിയും കരുണും കഴിഞ്ഞു. വടക്കൻ കേരളത്തിലെ വിശാലമായ മണ്ണിന്റെ നിറമുള്ള പാടങ്ങളും തുറന്ന ആകാശവും ആ കഥയ്ക്ക് പുതിയൊരു ജീവൻ നൽകി. വിശാലമായ പനോരമിക് ഷോട്ടുകളിലൂടെ വലിയ പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒരു നാടോടിക്കഥ കൺമുന്നിൽ സംഭവിക്കുന്നത് കാണുന്ന പോലുള്ള വളരെ റിയലിസ്റ്റിക് ആയ ഒരു അനുഭവം. കുട്ടികൾ മൃഗങ്ങളായി മാറുന്നതൊന്നും വലിയ സ്പെഷ്യൽ എഫക്റ്റുകളിലൂടെ അല്ല കാണിക്കുന്നത്. പകരം
സൂചനകളിലൂടെയും താളത്തിലൂടെയുമാണ് ആ ഷോട്ടുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താണ് കുമ്മാട്ടി? ഇതൊരു സിനിമയല്ല, ഒരു അനുഭവമാണ്. ജീവിതത്തിൻ്റെ വേഗത കുറയ്ക്കാനും ചുറ്റുമുള്ളതിനെ കാണാനും അനുഭവിക്കാനും നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു സൈലൻറ്റ് മെഡിറ്റേഷൻ പോലെയാണത്. അതിൻ്റെ ശക്തി സങ്കീർണമായ ഒരു കഥയിലല്ല, മറിച്ച് ഓരോ ഫ്രെയിമിലും അത് നിറച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളാണ്. ഐതിഹ്യവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന കുട്ടിക്കാലത്തിൻ്റെ നിഷ്കളങ്കതയും സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ. ആശയങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പറയാതെ ഒരു നേർത്ത കാറ്റ് പോലെ നമ്മളെ തഴുകിപ്പോകുന്ന ഒരു നിശബ്ദ മാസ്റ്റർ പീസാണിത്. അതിൻ്റെ അവസാനത്തെ ആ നിമിഷത്തിൽ ഒരു വലിയ സത്യം അത് നമ്മോട് പറയുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികവതി എന്നത് സ്നേഹമാണ്, സഹാനുഭൂതിയാണ്, എല്ലാത്തിനും ഉപരി സ്വാതന്ത്ര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.